എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സമ്പന്നതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നുള്ളതാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ ഞാനത് ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒരാൾ അതിൻ്റെ താഴെ ഒരു കമൻ്റ് എഴുതി. കമൻ്റ് എങ്ങനെയാണ്: ഈ പുസ്തകം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ, അവർ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. അവർ പറഞ്ഞു ഈ പുസ്തകം പഠിപ്പിക്കരുത്. അപ്പോൾ എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടാണത് അവർ പറഞ്ഞത്? ഈ സമ്പത്തിനോടുള്ള ഒരു വിരക്തിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് സമ്പത്ത് എന്താണ്, ആ സമ്പത്ത് എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്, എന്തിനാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാമൂഹിക നന്മകൾ എന്താണ് എന്നതിനെക്കുറിച്ച് അത് വിവരിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ഇതിൻ്റെ ഹെഡിങ് മാത്രമേ വായിക്കുകയുള്ളൂ. അതിന് മാത്രം വായിച്ചതിന് ശേഷമാണ് അതിന് കമൻറ്റുകൾ എഴുതുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനവാനായ അംബാനി ധനവാനായിരിക്കുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം? നമ്മൾ പറയും അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണ് ഗുണം. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഗുണമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾക്കാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. അപ്പോൾ എനിക്കോ നിങ്ങൾക്കോ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 30 പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ നിന്ന് 30 പേര് അവരുടെ ഉപജീവനം കഴിക്കുന്നു. അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ മുഖാന്തരം ഞാനൊരു തൊഴിൽ ആരംഭിച്ചതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 30 ആളുകൾ അവരുടെ ഉപജീവനം കഴിക്കുന്നത് ഞാൻ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പുസ്തകം വായിക്കരുത്, ഇത് പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ മുഖാന്തരം എത്ര കുടുംബം ഉപജീവന മാർഗം കഴിക്കുന്നുണ്ട്? അപ്പോൾ പെന്തക്കോസ്തൽ സമൂഹത്തിനൊരു ശാപമായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത്. പണിയെടുക്കാതെ ജീവിക്കാം എന്നുള്ള ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇന്ന് ഈ സുവിശേഷ വേല ഒരു വേലയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ ഈ കമൻ്റ് എഴുതിയത് കൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് കമൻ്റ് എഴുതിയ പ്രിയ സഹോദരനോടും അവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളൊരു വീഡിയോ മുഴുവൻ കാണണം, കണ്ടതിന് ശേഷമാണ് വിമർശിക്കാവുള്ളൂ. അപ്പോൾ പണത്തോടുള്ള നമ്മുടെ വിരക്തി എന്ന് പറയുന്നത് പണിയെടുക്കാൻ നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പണിയെടുക്കാനുള്ള മടിയാണ് ഉണ്ടാക്കാതിരിക്കാനുള്ള നമ്മുടെ ചിന്തയ്ക്ക് കാരണം. അപ്പോൾ പണിയെടുക്കുന്നവന് പൈസ ഉണ്ടാകും. അതുകൊണ്ടാണ് പണ്ട് കാർന്നോന്മാർ പറഞ്ഞിട്ടുള്ള എല്ല് മുറുകെ പണിയെടുത്താൽ പല്ല് മുറുകെ തിന്നാം എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്നതിൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, പണിയെടുക്കാത്തവൻ പട്ടിണിയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സമ്പന്നതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്നുള്ളതാണ് ഈ 3-ാമത്തെ അധ്യായം. സുരക്ഷിതമായ ജോലിയുള്ള ഒരാൾക്ക് സാമ്പത്തിക ജ്ഞാനം ഇല്ലാതെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മനസ്സുണ്ടോ എങ്കിൽ ഒരിക്കൽ നിങ്ങൾ ലോക സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇടം നേടും. വിശ്വസിക്കാനാകുന്നില്ല അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ആഗോള ജനസംഖ്യയിൽ കേവലം 1% ആളുകളുടെ കയ്യിലാണ് ലോകത്തിൻ്റെ 82% സമ്പത്തുള്ളത്. വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. 1% ആളുകളുടെ കയ്യിലാണ് ലോകത്തിൻ്റെ 82% സമ്പത്തുള്ളത്. ഈ 1% ആളുകളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. നമ്മളെവിടെ കേട്ടാലും അദാനി, അംബാനി, ടാറ്റ
യൂസഫ് അലി, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ശരിക്കും നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലൂടെയാണ് പണം ബാങ്കുകളിൽ എത്തുന്നത്. പല ബാങ്കുകളിൽ നടക്കുന്നത് പോലും ഇവരുടെ പണം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയ വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ കോടീശ്വരന്മാരായിരിക്കുന്ന പല ആളുകളും നേരെ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരാ അല്ല. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകൾ. ഒരാൾ പഠിച്ച ഒരു MBA ചെയ്തതുകൊണ്ടോ BBA പഠിച്ച് MBA പഠിച്ചതുകൊണ്ട് ഒരു ബിസിനസ്സുകാരനാകണം എന്നില്ല. അവൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടുവരുന്ന ആ സ്വപ്നത്തിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അവൻ്റെ അടങ്ങാത്ത ആഗ്രഹം, ഒരു ബിസിനസ് ചെയ്ത് വളർത്തുവാനുള്ള അവൻ്റെ അടങ്ങാത്ത ആവേശം, ചിന്ത, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ വിദ്യാസമ്പന്നത കൊണ്ട് ഒരിക്കലും ഒരാൾ കോടീശ്വരനാകുന്നില്ല. അപ്പോൾ കുറേ ആളുകളുടെ ലിസ്റ്റുകൾ പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പൊതുവെ ഇങ്ങനെയുള്ള വീഡിയോകൾ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ അല്പം താല്പര്യക്കുറവ്. പക്ഷേ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വീഡിയോകൾ. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ മാറ്റിമറിക്കുന്ന വീഡിയോകളാണ് ഇതൊക്കെ, ചിന്തകളാണ് ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ മേടിച്ച് വായിക്കുന്നത്. സ്വയമായി വളർന്നവർ, അപ്പോൾ ചില ആളുകളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമുക്കൊക്കെയും ഒരു വലിയ പ്രചോദനമായി തീരും. ഒന്നാമത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹോങ്കോങ്ങിലെ തെരുവിൽ പ്ലാസ്റ്റിക് പൂക്കൾ വിറ്റ് നടന്ന ലീ കാഷിങ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം പ്ലാസ്റ്റിക് പൂക്കൾ വിറ്റ് നടന്ന ഒരു വ്യക്തിയാണ്. സ്പെയിൻകാരനായ അമർസിയോ സ്വീഡനിൽ തീപ്പെട്ടി സൈക്കിളിൽ കൊണ്ടു നടന്ന് വിറ്റിരുന്ന ഇങ്വാർ കബ്രാദ്, ഇവരുടെയൊക്കെ ജീവിത വിജയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തീകരിക്കാതെ പുറത്തായ ആളാണ് ബിൽ ഗേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ കോടീശ്വരന്മാരായിട്ടുള്ള പല ആളുകളും അവർ ഒരു ബിരുദധാരികളായിരുന്നില്ല. അവരുടെ ഉള്ളിലെ അടങ്ങാത്ത ആവേശം, ഇച്ഛാശക്തി, കഠിനാധ്വാനം ചെയ്യാനുള്ള അവരുടെ ചിന്ത, പരിശ്രമം, ഇതാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ചില ആളുകളെ നോക്കാം. ചില ആളുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലീ കാഷിങ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. ലീ കാഷിങ് അദ്ദേഹം ഒരു പൂ കച്ചവടക്കാരനായിരുന്നു. 1950കളിൽ ഹോങ്കോങ്ങിലെ തെരുവിൽ പ്ലാസ്റ്റിക് പൂക്കൾ വിറ്റ് നടന്നിരുന്ന ലീ എന്ന പാവപ്പെട്ട കുടിയേറ്റക്കാരനായ പയ്യൻ ഇന്ന് കോടീശ്വരനാണ്. ചെങ് കോങ്, ഹച്ചിസൺ, വാബോ തുടങ്ങിയ വമ്പൻ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളുടെ ഓഹരികൾ മുഴുവൻ ഇന്ന് ലീയുടെ കൈവശമാണ്. അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ഓപ്പറേറ്ററും ഏറ്റവും വലിയ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇവിടെ കമ്പനിയുടെ ഒരു ഉടമയുമാണ് അദ്ദേഹം. ഹോങ്കോങ്ങിലെ മുഖ്യ ഇലക്ട്രിസിറ്റി സപ്ലയറും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും കൂടിയാണ് ലീ. 3 വർഷം മുമ്പ് ഇന്ത്യൻ മൊബൈൽ വിപണിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഹച്ച് എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഹച്ചിസൺ SR കമ്പനി ലീയുടേതാണ്. 1,40,000 കോടി രൂപയാണ് ലീയുടെ ആസ്തി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം ഒരു വെറും തെരുവിൽ ഒരു പൂ കച്ചവടക്കാരനായി ജീവിതം ആരംഭിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും അമിതമായ വിശ്വാസവും അതാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു കോടീശ്വരനാക്കി തീർത്തത്. അപ്പോൾ കോടീശ്വരനായി തീർന്നത് കൊണ്ട് എന്താണ് പ്രയോജനമുണ്ടായത്? തനിക്ക് ലഭിക്കുന്ന ലാഭത്തിൻ്റെ 1/3 തുക അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്.
അപ്പോൾ പണമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു ജീവകാരുണ്യ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത്? ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചോദിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിച്ച് വിടുകയല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ പണം ഉള്ളവന് മാത്രമേ അതില്ലാത്തവനെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പണം സമ്പാദിക്കുക എന്നുള്ളത് ഒരു തെറ്റായ പ്രവണതയല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്സിൽ നമുക്ക് ഈ പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അധ്വാനിക്കുക എന്നുള്ളതാണ്. അധ്വാനിക്കുക എന്നുള്ളത് അത് കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകൾ അനുസൃതമായി നമ്മുടെ മനസ്സിൻ്റെ വിശാലതയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പണം സമ്പാദിക്കുന്നത്? അതുകൊണ്ട് എന്താണ് ഒരു നേട്ടം? അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ശരിയായി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും ആത്മാർത്ഥതയുമാണ് ഇന്ന് അദ്ദേഹത്തിന് 1,40,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ തീർത്തത്. അടുത്തതായിട്ട് ഒർട്ടേഗ എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമർസിയോ ഒർട്ടേഗ സ്പെയിനിൽ ഒരു പാവപ്പെട്ട റെയിൽവേ ജീവനക്കാരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ടില്ല. ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസാലിയും ചേർന്ന് തുടങ്ങിയ ഒരു തയ്യൽ കടയാണ് ഇന്ന് കോടികൾ വിറ്റുവരവുള്ള ഒരു വലിയ വസ്ത്രനിർമ്മാണ കമ്പനിയായി അത് മാറിയത്. 46 വർഷങ്ങൾക്ക് മുമ്പ് ഗൗൺ തയ്ച്ചു കൊണ്ടിരുന്ന ഒരു കുടിൽ വ്യവസായത്തിൽ നിന്നും തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് 2 ലക്ഷം കോടി രൂപയുടെ ആസ്തിയിലേക്ക് എത്തി നിൽക്കുന്നു. ഒന്നാലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടിൽ വ്യവസായത്തിൽ ആരംഭിച്ചതാണ് ഈ പരിപാടി. ആ കുടിൽ വ്യവസായത്തിൽ നിന്ന് ഇന്ന് അത് 2 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വലിയ ബിസിനസ് സാമ്രാജ്യമായി വളർന്നു. കാബ്രാത്ത്, ഇങ്വാർ കാബ്രാത്ത് എന്ന സ്വീഡിഷ് പയ്യൻ സൈക്കിളിൽ വീടുകൾ തോറും തീപ്പെട്ടി വിറ്റാണ് ബിസിനസ് ജീവിതം തുടങ്ങിയത്. ക്രിസ്മസ് സീസണുകളിൽ ഗ്രീറ്റിംഗ് കാർഡും ന്യൂ ഇയർ കാർഡും വിറ്റാൽ ലാഭമുണ്ടാക്കാമെന്ന് കൗമാരത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ അദ്ദേഹം കാബ്രാത്ത് ബിസിനസ്സിൽ അത് പരീക്ഷിച്ചു. 1947 ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് പ്രവേശിച്ചതോടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം തെളിഞ്ഞത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രാൻഡായി, ഫർണിച്ചർ ബ്രാൻഡായി കാബ്രാത്തിൻ്റെ ഐക്കിയ മാറിയിരിക്കുന്നു. ചൈന ഉൾപ്പെടെയുള്ള ലോകമെമ്പാടുമുള്ള ഇദ്ദേഹത്തിൻ്റെ ഐക്കിയ വിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നു. 1,48,000 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ കോടിക്കണക്കിന് രൂപ പറഞ്ഞ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുകയല്ല. ഇത് ഓരോരുത്തരുടെ കഠിനാധ്വാനത്തിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും പരിണിത ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അടുത്തത് ബ്രയാൻ ട്രേസി എന്ന ഒരു വ്യക്തിയാണ്. 15-ാമത്തെ വയസ്സിൽ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചിറങ്ങിയ മനുഷ്യനാണ് ബ്രയാൻ ട്രേസി എന്ന് പറയുന്ന വ്യക്തി. സ്ഥിര വരുമാനമില്ലാത്ത പിതാവ്, നേഴ്സായ മാതാവ്, 10 വയസ്സുള്ളപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതാണ് ബ്രയാൻ ട്രേസി. പൂന്തോട്ടത്തിൽ പുല്ല് പറിക്കുന്ന ജോലി മുതൽ ചെറുതും വലുതുമായ ഒട്ടേറെ തൊഴിലുകൾ ചെയ്ത് ജീവിച്ച ആ കുട്ടിക്ക് ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 20 വയസ്സുള്ളപ്പോൾ പോലും അല്ലറ ചില്ലറ വരുമാനവും ചെറിയ ചെറിയ വിജയങ്ങളുമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. എന്നാൽ അതൊന്നും അദ്ദേഹത്തെ വിജയത്തിലെത്തിച്ചില്ല. എന്നാൽ ആശയവിനിമയത്തിലുള്ള തൻ്റെ ശക്തി മനസ്സിലാക്കിയ അദ്ദേഹം പല പരിശീലനത്തിലേക്കും പുസ്തക രചനയിലേക്കും കടന്നു.
അങ്ങനെ 25-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ടോപ്പ് സെയിൽസ്മാനും കമ്പനിയുടെ വൈസ് പ്രസിഡന്റുമായി. അത് പതുക്കെ പതുക്കെ വിജയം കണ്ടു തുടങ്ങി. ഇന്നിപ്പോൾ ലോകത്തിൽ അറിയപ്പെടുന്ന മോട്ടിവേഷൻ പരിശീലകനും ഗ്രന്ഥകാരനുമാണ് ബ്രയാൻ ട്രേസി എന്ന വ്യക്തി. അപ്പോൾ ഒരു സാധാരണക്കാരനായ പിതാവിന് ജോലിയൊന്നുമില്ല, അമ്മയൊരു നേഴ്സാണ്. അങ്ങനെ ദാരിദ്ര്യത്തിൽ വളർന്ന ഒരു വ്യക്തി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയിരിക്കുന്നു. അടുത്തത് ബിൽ ഗേറ്റ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ബിൽ ഗേറ്റ്സ് ആരാണ്. കഴിഞ്ഞ 17 വർഷങ്ങളായി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളായി തീർന്നിരിക്കുകയാണ് ബിൽ ഗേറ്റ്സ്. അത് ഈ പുസ്തകം എഴുതുന്ന ഒരു ഡേറ്റ് വെച്ചാണ് കേട്ടോ പറഞ്ഞിരിക്കുന്ന 17 വർഷം. വിഖ്യാതമായ മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ തന്നെ. IT മേഖലകളിൽ മൈക്രോസോഫ്റ്റ് ഒരു വിപ്ലവകരമായ തുടക്കമാണ് കുറിച്ചത്. കമ്പ്യൂട്ടർ ഉപയോഗത്തെ അനായാസമാക്കുന്നതിനും സോഫ്റ്റ്വെയറിൻ്റെ പര്യായമായി മൈക്രോസോഫ്റ്റ് മാറുകയും ചെയ്തു. ഇവയെല്ലാം ചെയ്തത് ഹാർവാർഡിൽ നിന്നും പഠനം പൂർത്തിയാക്കാതെ പുറത്തു ചാടിയ ഒരാളാണ് എന്ന് നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ വരും കാലങ്ങളിൽ ലോകത്തിന് ആവശ്യമുള്ളത് എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്തിന് തന്നെ ഒന്നാമത്തെ പണക്കാരനായി ബിൽ ഗേറ്റ്സ് മാറി. അദ്ദേഹത്തിൻ്റെ പണം നല്ലൊരു ശതമാനം സാമ്പത്തികവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കുന്നു. അപ്പോൾ വിജയിക്കുന്നവരെയാണ് നമ്മൾ നോക്കേണ്ടത്, പരാജയപ്പെടുന്നവരെയല്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. അടുത്തത് നമ്മൾ പറയും ഇവരെല്ലാം വിദേശികളല്ലേ. നമ്മുടെ ഇന്ത്യക്കാരനായ ധീരുഭായ് അംബാനി, അതായത് മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും പിതാവായ ധീരുഭായ് അംബാനി, ഈ അടുത്ത നാളുകളിൽ മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം 5000 കോടി രൂപ മുടക്കിയാണ് നടത്തിയത് എന്ന് നമ്മൾ കണ്ടു. ലോകരാജ്യത്തുള്ള പ്രമുഖന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയും 5000 കോടി രൂപ മുടക്കി കല്യാണം നടത്തിയത് ആർഭാടമല്ലേ, അഹങ്കാരമല്ലേ എന്നൊക്കെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ലോകത്തിലുള്ള വമ്പന്മാരെല്ലാം വന്നു പോകണമെങ്കിൽ അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എത്ര കോടിയധികം രൂപ വരും. അത് ബന്ധങ്ങളാണ്. അപ്പോൾ അങ്ങനെ ലോകം മുഴുവനുള്ള ആളുകളുമായിട്ടുള്ള ബന്ധമാണ് ആ മറ്റൊരു കാരണമെന്ന് പറയുന്നത്. അപ്പം ഗുജറാത്തിലെ ചോർവാഡ് ഗ്രാമത്തിലെ ക്ഷേത്രത്തിന് പുറത്ത് പലഹാരങ്ങൾ വിറ്റ് നടന്നിരുന്ന ഒരു കൊച്ചു പയ്യനാണ് പിൽക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായി മാറിയ ധീരുഭായ് അംബാനി. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെ ഒരു അമ്പലത്തിൻ്റെ ചുറ്റും ക്ഷേത്ര പരിസരത്ത് പലഹാരങ്ങൾ വിറ്റ് നടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. തികച്ചും ദാരിദ്ര്യപരമായ സാഹചര്യത്തിൽ ഒരു അധ്യാപകൻ്റെ മകനായി ജനിച്ച അംബാനി ജീവിക്കാൻ വഴി തേടി ഏദനിലേക്ക്, അതായത് യമനിലേക്ക് പോയി. അക്കാലത്ത് ധാരാളം ഗുജറാത്തികൾ ഏദനിലുണ്ടായിരുന്നു. അവിടെ ഒരു പെട്രോൾ ബാങ്കിലെ സഹായിയായി കൂടി. പിന്നീട് ബാങ്കിലെ വരവ് ചെലവ് കണക്കുകൾ തിട്ടപ്പെടുന്ന പണിയായി. തുടർന്ന് ഒരു പെട്രോളിയം കമ്പനിയിൽ ഗുമസ്തനായി ജോലി ചെയ്തു. കഠിനമായി പ്രയത്നിച്ച് സമ്പാദിച്ച പണവുമായി ബോംബെയിൽ തിരിച്ചെത്തി. പിന്നെ ഒരു ചെറിയ വ്യവസായ സ്ഥാപനത്തിന് തുടക്കമിട്ടു. റിലയൻസ് കൊമേഴ്സ്യൽ കോർപ്പറേഷൻ. 15,000 രൂപയായിരുന്നു 1958 മുതൽ മുടക്ക്. ആ സ്ഥാപനം തുടങ്ങുമ്പോഴുള്ള മൂലധനം. പോളിസ്റ്റർ നാരിൻ്റെ ഇറക്കുമതിയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലുമായിരുന്നു തുടക്കം. തുണി വ്യവസായത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി അംബാനി പോളിസ്റ്റർ നാരിൽ നിന്നും തുണി നിർമ്മിക്കാനുള്ള ലൈസൻസ് നേടിയെടുത്തു. 1966 വിമൽ എന്ന ബ്രാൻഡ് നാമത്തിൽ സ്വന്തം തുണിമില്ല് സ്ഥാപിച്ച് തുണിത്തരങ്ങൾ മാർക്കറ്റിലിറക്കി. സ്വന്തം അതോടെ റിലയൻസ് ഇന്ത്യൻ ബിസിനസ് ലോകത്ത് വളർന്നു പന്തലിക്കാൻ തുടങ്ങി. 1977 കമ്പനിയുടെ ഓഹരികൾ വിപണിയിലിറക്കി.
എണ്ണ, ഊർജ, വാതകം, വാർത്താവിനിമയം, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ മേഖലകളെല്ലാം അവർ കീഴടക്കി. ഏറെ താമസിയാതെ ടാറ്റ ബിർള കുടുംബങ്ങളെ പിന്തള്ളി രാജ്യത്തെ സമ്പന്നന്മാരായ വ്യവസായികളിൽ കൂട്ടത്തിൽ ധീരുഭായ് അംബാനി എത്തി. 2002 അദ്ദേഹം മരിക്കുമ്പോൾ റിലയൻസിൻ്റെ മുഴുവൻ മൊത്തം ആസ്തി എന്ന് പറയുന്നത് 90,000 കോടി രൂപയായിരുന്നു. ഒന്നാലോചിച്ച് നോക്കി, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ അമ്പലത്തിന് അവിടെ പരിസരത്ത് പലഹാരങ്ങൾ വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തി പണം കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പണം ഉള്ളത് കൊണ്ട് എന്താണ് സംഭവം? അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു. അദ്ദേഹം കൊടുക്കുന്ന ജോലി കൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. അടുത്തത്, എന്തുകൊണ്ടാണ് ദാരിദ്ര്യം? സമ്പന്നൻ അനുദിനം സമ്പന്നതയിലേക്ക് കുതിക്കുന്നു, ദരിദ്രർ വീണ്ടും വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് ആണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ദരിദ്രൻ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പഴി സമ്പന്നന്മാരുടെ തലയിൽ വെച്ച് കിട്ടുന്നു. ഇതാണ് പ്രശ്നം. പണമില്ലാത്തവൻ പണക്കാരനെ കാണുമ്പോൾ അവനോട് തോന്നുന്ന ഒരു അസൂയ, എനിക്ക് പണമില്ലാത്തതിൻ്റെ കാരണം ഇവനാണ് എന്നുള്ളൊരു പഴി അവരുടെ മേളിലേക്ക് വെച്ച് കെട്ടുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദരിദ്രനായി ജനിക്കുന്നത് അവൻ്റെ കുറ്റമല്ല, അത് പൊതുവെ നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ ഒരാൾ ദരിദ്രനായി മരിക്കേണ്ടി വന്നാൽ അത് അവൻ്റെ കുറ്റം മാത്രമാണ്. അവന് ലഭിച്ച സമയത്ത് അവൻ പണിയെടുത്തില്ല, അധ്വാനിച്ചില്ല. അവൻ പണിയെടുക്കാതെയും അധ്വാനിക്കാതെയും ഇരുന്നതുകൊണ്ട് അവന് സമ്പത്തില്ല. ഇതാണ് സംഭവിച്ചത്. ദരിദ്രരുടെ പൊതുവെയുള്ള മാനസിക അവസ്ഥ തങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും അവർ ആസൂത്രണം ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. വലിയ സ്വപ്നങ്ങൾ കാണാനോ അതിനായി പ്രയത്നിക്കാനോ അവർ ശ്രമിക്കുന്നില്ല. ദാരിദ്ര്യം അനുഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവന് സ്വപ്നങ്ങളില്ല. അപ്പം ഞാൻ ഒരാളോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം, എങ്ങനെ ജീവിക്കുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ദൈവം നടത്തുന്നു, അതുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെ പട്ടിണിയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ അരി മേടിക്കാൻ പൈസ ഒന്നും ഇല്ലായിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരും, അതുകൊണ്ട് അങ്ങ് കഷ്ടിച്ച് തട്ടിമുട്ടി അങ്ങ് ജീവിച്ചു പോകുന്നു. ആ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പാടില്ല. ഒരു കടയിൽ പോയി നിന്നാൽ പോലും ഒരു മാസം 10,000 രൂപ കിട്ടും. ഒരു പണിയും ചെയ്യല. പല സുവിശേഷകന്മാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പണിയെടുക്കാൻ അവർക്ക് മടിയാണ്. അവരുടെ ഭാര്യമാരെയും ജോലിക്ക് വിടാൻ താല്പര്യമില്ല. ഏതെങ്കിലും ഒരു ജവിളിക്കടയിൽ പോയി നിന്നാൽ പോലും മാസം 10,000-8,000 രൂപ കിട്ടും. അപ്പോൾ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവൻ എന്നും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുകയുള്ളൂ. അവൻ എപ്പോഴും പണിയെടുക്കുന്നവനെയും പണം ഉണ്ടാക്കുന്നവനെയും കണ്ട് അസൂയയോടുകൂടി നോക്കുക എന്ന് മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് അവരെ സംബന്ധിക്കുന്ന പ്രശ്നം. ഒരാൾ ദരിദ്രനായിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കണം. ഒന്ന്, പണമില്ലാത്തവർ തങ്ങൾ സമ്പന്നരാകുമെന്ന് ഒരിക്കലും മനസ്സിൽ ചിന്തിക്കില്ല. എൻ്റെ കയ്യിൽ പണമുണ്ടാകും എന്നവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. രണ്ട്, അഥവാ ധനവാനാകണമെന്ന് ആഗ്രഹിച്ചാൽ തന്നെ അതിനുള്ള പരിശ്രമം അവർ പരിശ്രമിക്കില്ല. അടുത്തത്, നല്ല ആശയങ്ങൾ പ്രാവർത്തികമാക്കാനോ അതിനല്പം പണം മുടക്കാനോ ഈ കൂട്ടർ തയ്യാറാകുന്നില്ല. പണം എറിഞ്ഞാൽ മാത്രമേ പണം ഉണ്ടാവൂ. പണിയെടുക്കാൻ തയ്യാറാകണം. ഒരു കൃഷി പോലും നമ്മൾ ചെയ്താൽ അതിന് വളമിട്ടെങ്കിൽ മാത്രമേ ആ കൃഷി നന്നാവുകയുള്ളൂ. അതിന് സമയാസമയങ്ങൾ കാട് പെറുക്കിയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ അത് നന്നാവുകയുള്ളൂ. ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഇതിൽ നിന്ന് ഒരു വളർച്ച ഉണ്ടാവില്ല. പണം ദരിദ്രന്മാർ ആഗ്രഹിക്കുന്ന, അവർ ആസൂത്രണം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. വലിയ കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അടുത്തത്, ഇനി എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ച് ആലോചിച്ചാൽ അത് നാളെയാട്ടെ. അടുത്തത്, ആലോചനകളെല്ലാം ഇന്നത്തേക്ക് വേണ്ടിയോ ഏറിയാൽ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ അതെല്ലാം പിന്നെ മറന്നുപോകും.
പല കാര്യങ്ങളും നാളെ ആകട്ടെ എന്നുള്ള ചിന്തയാണ് ഇവരെയൊക്കെ ഭരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ എവിടെയും പണം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ, ഞാൻ പറയുന്നില്ല, ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. പണമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ അവർ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണമുള്ളവരാണ്, ഭാവന സമ്പന്നരാണ്. അവർ പോലും അറിയാതെ ഭാവനയുണ്ടെങ്കിൽ, ദീർഘവീക്ഷണമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവർ പോലും അറിയാതെ സമ്പത്ത് അവരെ തേടിയെത്തും എന്നാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ചിലർ പറയും അവർ ഭാഗ്യവാന്മാരായതുകൊണ്ടാണ് ചിലർക്ക് അവസരം ലഭിക്കുന്നതെന്നും അവർ സമ്പന്നരാകുന്നതെന്നും അന്ധമായി വിശ്വസിക്കുന്നവരാണ് പലരും. നിർഭാഗ്യവാന്മാരായതുകൊണ്ടാണ് പണം ഉണ്ടാകാത്തത് എന്ന് ചിന്തിക്കുന്ന മറ്റു പലരും. ഇത്തരം ധാരണകൾ തീർത്തും തെറ്റായ ധാരണകളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വയശക്തി തിരിച്ചറിയുക, നമ്മുടെ ഉള്ളിലുള്ള കഴിവെന്താണ് എന്ന് തിരിച്ചറിയുക. സാജു തോമസ് എന്ന ഞാൻ, എന്നിൽ ദൈവം തന്നിട്ടുള്ള കഴിവെന്താണ് എന്ന് ഞാൻ തിരിച്ചറിയുക. ആ കഴിവ് തിരിച്ചറിഞ്ഞ് ആ കഴിവ് പ്രയോജനപ്പെടുത്തുകയും ആ കഴിവിനനുസരിച്ച് വളരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം. എൻ്റെ കഴിവുകളും എൻ്റെ സമയവും ഞാൻ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിൽ ഞാൻ എന്നും ദരിദ്രനായി തന്നെ ഇരിക്കും. ഇതാണ് അവനവൻ്റെ ശക്തി എന്തെന്നറിയാതെ ജീവിച്ചു മരിക്കുന്നവരാണ് ഏറെയും. സ്വശക്തിയുടെ 100% പോലും ഉപയോഗിക്കാത്തവരാണ് ഇന്ന് പലരും ലോകത്തിലുള്ളത്. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശക്തിയാണ്. സ്വന്തം ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ മറ്റാരേക്കാളും നമ്മെ സഹായിക്കുന്ന നമ്മുടെ മനസ്സാണ്. ഒരു കെട്ടിടം നമ്മൾ പണിയുമ്പോൾ അത് ആദ്യം നമ്മുടെ മനസ്സിലാണ് രൂപം കൊള്ളുന്നത്. മനസ്സിൽ രൂപം കൊണ്ടിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഞാനിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. അമിതമായി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായി വരുന്നത്. പല കാര്യങ്ങളും ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയുക. നമ്മുടെ ഉപബോധ മനസ്സിന് വലിയ ശക്തിയുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിൽ ഉള്ള ശക്തിയെ നാം തിരിച്ചറിയുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണമെങ്കിൽ അത് അടങ്ങാത്ത ഒരാവേശം, ഒരാഗ്രഹം അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം എന്നാണ്. വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, തീവ്രമായി ആഗ്രഹിക്കണം. അതെപ്പോഴും മനസ്സിൽ ഒരു കെടാത്ത അഗ്നിയായി അത് ജ്വലിച്ചുകൊണ്ടിരിക്കണം. അഗ്നിപർവ്വതം പോലെ എരിഞ്ഞുകൊണ്ടിരിക്കണം. എത്രത്തോളം തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ആഗ്രഹം സഫലീകരിക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഒരാഗ്രഹം നേടണമെന്നുള്ള, യഥാർത്ഥത്തിൽ ഒരു കാര്യം നേടണമെന്നുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ മുളയ്ക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബിസിനസ് എപ്പോൾ തുടങ്ങണം, അപ്പോൾ ഒരു കാര്യം എപ്പോൾ ചെയ്യണം, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരാഗ്രഹമുണ്ട്. ആഗ്രഹം ആ തുടക്കത്തിൽ തന്നെ, അതാണ് അതിൻ്റെ ചുവടുവെപ്പ് എന്ന്. നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ അതിനോടുള്ള തീവ്രമായ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. തീവ്രമായി ആഗ്രഹിക്കുക. അപ്പോൾ സുവിശേഷ ഫീൽഡിലായാലും ബിസിനസ് മേഖലകളായാലും എന്തായാലും തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ധനം ആർജിക്കാനുള്ള 10 ശീലങ്ങൾ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക്
പണം ആർജിക്കാൻ സാധിക്കുന്നു. ഒന്ന്, ദിവസവും നിങ്ങളുടെ ശരിയായ സാമ്പത്തിക ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുക. എന്തിനാണ് നമ്മൾ പണം ഉണ്ടാക്കുന്നത്? ആ പണം ഉണ്ടാക്കുന്നത് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? അതുകൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ചിന്ത. അപ്പോൾ ശരിയായ രീതിയിൽ പണം സമ്പാദന എന്തിനാണ് എന്നുള്ള ഉദ്ദേശം നമ്മൾ തിരിച്ചറിയുക. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ട്, പുതിയ തിരഞ്ഞെടുപ്പുകൾ ദിവസവും നടത്തുക. ഇവിടെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ വിനയകുമാർ വർമ്മ എന്ന്. അദ്ദേഹം 7 കോടി രൂപ മുടക്കി ഒരു സ്കൂള് ഈ അടുത്ത നാളുകളിൽ ഉണ്ടാക്കിയെടുത്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾക്ക്, ഒരു സാധാരണക്കാരനായ താങ്കൾക്ക് ഇങ്ങനെ ഇത്രയും പൈസ മുടക്കി ഒരു സ്കൂൾ ഉണ്ടാക്കാൻ പറ്റിയത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ വളരെ വർഷങ്ങളായി സ്കൂൾ ബില്ലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 52 വയസ്സ് കൂടുതൽ പ്രായമുണ്ട്. അദ്ദേഹത്തിന് കിട്ടുന്ന ചെറിയ തുക കൊണ്ട് അദ്ദേഹം സ്ഥലങ്ങൾ വാങ്ങിച്ചിടുമായിരുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് 1 സെന്റ് സ്ഥലമാണ് മേടിക്കാൻ പറ്റുള്ളെങ്കിൽ അദ്ദേഹം ആ 1 സെന്റ് സ്ഥലം മേടിക്കും. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 20-ലധികം ഇടങ്ങളിൽ സ്ഥലം വാങ്ങിച്ചു കൂട്ടി. അപ്പോൾ കാലഘട്ടം കഴിഞ്ഞു, അദ്ദേഹം ഇങ്ങനെ സ്ഥലം വാങ്ങിച്ചു കൂട്ടി ഇട്ടിരുന്നു. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ആ സ്ഥലത്തിനൊക്കെ നല്ല വില കിട്ടുന്ന അവസ്ഥയായി. പതുക്കെ ഓരോ സ്ഥലങ്ങൾ അദ്ദേഹം വിറ്റു. അങ്ങനെ വിറ്റ് ലഭിച്ച പൈസ കൊണ്ട് അദ്ദേഹം ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങിച്ച് വലിയ ഒരു സ്കൂൾ പണിതു. അതിന് CBSE അഭിലേഷണം ലഭിച്ചു. ഇന്ന് ഞങ്ങളുടെ ഈ ചന്തോളി ജില്ലയിൽ സമ്പന്നന്മാരായ സ്കൂളുകാരുടെ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരും ഉൾപ്പെട്ട് നിൽക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ച ബുദ്ധിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ചെറിയ സമ്പാദ്യം, ചെറിയ സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ധനവാനാകണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നമ്മുടെ ഇടയിൽ വന്നു ചേരുന്ന ഓരോ രൂപയ്ക്കും അതിൻ്റെ മൂല്യത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. 3, ശുഭാപ്തി വിശ്വാസമുള്ള മറ്റുള്ളവരോട് ഒപ്പം നമ്മൾ സഹകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരു ഗുണവുമില്ലാത്ത, ഗുണനിലവാരമില്ലാത്ത, മറ്റുള്ളവരെ എപ്പോഴും കുറ്റവും കുറവശവും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുമായി ഒരു സഹകരണം ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവർ, നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നവർ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയെ തടസ്സം ചെയ്യുന്നവർ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ നമ്മൾ പ്ലാൻ ഇടുമ്പോൾ അതിനെ എതിർത്തു പറയുന്നവർ, അതിവിടെ സാധ്യമല്ല എന്ന് പറയുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുമായി ഒരിക്കൽ പോലും ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. കണ്ടോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരമല്ലാത്ത സ്വാധീന ശക്തികളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരോട് അകന്നു നിൽക്കുക. നുണയും കണിയും അസൂയയും കുശുമ്പുള്ളവനെ കണ്ടാൽ മിണ്ടാതിരിക്കുക. പിന്തിരിപ്പൻ മനോഭാവമുള്ളവരുമായി ഒരു സഹവാസവും ഉണ്ടാകാതിരിക്കുക. എൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ കമൻറ്റ് എഴുതുന്ന ചില ആളുകളുണ്ട്. ഞാൻ അവരുടെ കമൻറ്റ് കാണാൻ പോലും, അതായത് അത് ഗമനിക്കാറ് പോലുമില്ല. അവരെ എന്തൊക്കെയോ എഴുതി വിടുന്നു. എനിക്ക് അതൊക്കെ കാണുമ്പോൾ എനിക്ക് അവരൊക്കെ പിന്തിരിപ്പന്മാരാണ്. അവരൊന്നും സമൂഹത്തിന് യാതൊരു ഗുണമോ ഗുണനിലവാരമോ ഉള്ളവരല്ല. അവരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ കമൻറ്റുകൾ വായിച്ചോ അവരുടെ വീഡിയോകൾ കേട്ടതുകൊണ്ടോ നമുക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും പുറകെ നടക്കരുത്. ഇതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള ഈ സ്നേഹബന്ധം പുതുക്കുമ്പോൾ നമ്മളും ചിലപ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. വിജയിച്ചവനുമായി കൂട്ടുകൂടുക, വിജയിച്ചവനുമായി ചേർന്ന് നിൽക്കുക, അധ്വാനിക്കുന്നവനും പണിയെടുക്കുന്നവൻ്റെ ഒപ്പം നിൽക്കുക, കഠിനാധ്വാനം ചെയ്യുന്നവരുമായി സംസർഗം പുലർത്തുക. ഇതാണ് ശുഭാപ്തി വിശ്വാസം കൂടിയേ തീരൂ. ശുഭാപ്തി വിശ്വാസമുള്ള
നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. നമ്മളെ എപ്പോഴും ഇകഴ്ത്തുകയും താഴ്ത്തി കാണാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുമായി സഹകരിക്കാതിരിക്കുക. അങ്ങനെയുള്ളവരിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പഠിക്കാനില്ല, ഒരു നന്മയും ലഭിക്കാനില്ല. അവരൊക്കെയും നമ്മുടെ ജീവിതത്തെ എപ്പോഴും വലിച്ചു താഴ്ത്തുകയും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അവരെ കൊണ്ടൊന്നും നമുക്ക് യാതൊരു, അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിവായി നിൽക്കുക. ദിവസവും സ്വയം ശിക്ഷണം അത്യാവശ്യമാണ്. നിങ്ങളുടെ ധനത്തെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും സാമ്പത്തിക വ്യാപാരത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകും എന്നതിനെക്കുറിച്ച് സ്വയം ഒരു അവബോധമുണ്ടായിരിക്കണം. 5, ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കുക. ഇനി ഒരു പ്രധാനപ്പെട്ട, ഈ പണമില്ലാത്തവനാണ് അഹങ്കാരമുള്ളത്, പണമുള്ളവൻ അഹങ്കാരം ഇല്ല. അഹംഭാവം ഏറ്റവും കൂടുതലുള്ളത് പണമില്ലാത്തവരിലാണ്. സാധാരണക്കാരനും കോടീശ്വരനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ കോടീശ്വരന് അഹംഭാവം കുറവായിരിക്കും. ഗവേഷകർ പറയുന്നു, തനിക്കെല്ലാം അറിയാം, തന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നാണ് സാധാരണക്കാരൻ്റെ മനോഭാവം. എന്നാൽ കോടീശ്വരനാകട്ടെ പുതിയ പുതിയ അറിവുകൾക്ക് വേണ്ടി എപ്പോഴും തിരഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല മീറ്റിങ്ങുകൾ അവർ പങ്കെടുക്കും, ബിസിനസ് മീറ്റിങ്ങിൽ പങ്കെടുക്കും. സാധാരണക്കാരനെ നയിക്കുന്നത് സാധാരണ സ്വപ്നങ്ങളാണ്, മിക്കപ്പോഴും അവ ദിവാസ്വപ്നങ്ങളായിരിക്കും. എന്നാൽ കോടീശ്വരനാകാനുള്ള ഒരാൾ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. സാധാരണക്കാരായ ആളുകൾക്ക് അഹംഭാവം കൂടുതലായിരിക്കും. എന്നാൽ ഒരു കോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം അവൻ അഹംഭാവം ഉണ്ടായിരിക്കില്ല. അവൻ സമസ്ത മേഖലകളിലും ഉള്ള ആളുകളുമായി അവൻ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത്, നല്ല ഉപദേശകരുടെ സഹായം തേടുക. നല്ല ഉപദേശത്തിന് അപാര ശക്തിയുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അത് നല്ല ഒരു ഉപദേശകനായിരിക്കണം. നമ്മുടെ ഭാവിയെ, നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അടുത്തത്, എല്ലാ നിക്ഷേപത്തിൽ നിന്നും എത്ര നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു വിശകലനം നമുക്ക് ആവശ്യമാണ്. ആ വിശകലനം ആണ് നമ്മുടെ ബിസിനസ്സിനെ ലാഭത്തിലേക്ക് നയിക്കുന്നത്. അടുത്തത്, ധനവാനായി കാണപ്പെടാൻ ശ്രമിക്കാതെ ധനവാനാകാൻ ശ്രമിക്കുക. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ധനവാനാകാൻ ആയി കാണപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വേഷഭൂഷ വസ്ത്രാദികളിൽ കൊണ്ട് നമ്മൾ എന്തോ ഒരു സംഭവമാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. ചില ആളുകൾ കഴുത്തിൽ ഒരു മാലയൊക്കെ ഇട്ട് ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഊരിയിട്ട് നടക്കുന്നു. അവർ മറ്റുള്ളവരെ കാണിക്കുകയാണ്, ഞാനൊരു ധനവാനാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അല്പന്മാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ധനവാനെന്ന് നമ്മൾ കാണിക്കുകയല്ല, മറിച്ച് ധനവാനാകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പണവും സമയവും സ്വത്തുക്കളും ഉപയോഗിച്ച് അറിവില്ലാത്തവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും സഹായിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പണമില്ലെങ്കിൽ നമുക്ക് ആരെ സഹായിക്കാൻ പറ്റില്ല. ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ നമ്മളെ ആശ്രയിക്കുന്നത്, നമ്മുടെ അടുത്ത് വരുന്നത്, അവൻ നമ്മളിൽ നിന്നൊരു സാമ്പത്തിക നന്മ പ്രതീക്ഷിച്ചാണ് വരുന്നത്. പക്ഷെ അവനെ നമുക്ക് സഹായിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് എന്തുണ്ട് അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക. അപ്പം ഇങ്ങനെ ചില ആളുകൾ പറയും, അവന് ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവൻ്റെ ബിസിനസ് രക്ഷ. ഭാഗ്യമല്ല, അവൻ ചെയ്യുന്ന അവൻ്റെ ആ കഠിനാധ്വാനം കൊണ്ടാണ്, അവൻ്റെ പ്ലാനിങ് കൊണ്ടാണ് അവൻ വിജയിക്കുന്നത്. അവൻ്റെ പ്ലാൻ കൊണ്ട് അവൻ വിജയിക്കുന്നു. അപ്പോൾ നന്മയിലൂടെ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരാശയം കണ്ടെത്തുകയും നേടുന്ന സമ്പത്തിനേക്കാൾ കൂടുതൽ മൂല്യം സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയുമെന്നുള്ള
ബോധ്യത്തോടെ സമ്പന്നനാകാനുള്ള ശക്തമായ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഒരാൾക്ക് 100 കോടി രൂപയുടെ ഒരു സമ്പത്തുണ്ടാക്കാൻ അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ്റെ മനസ്സിൽ അവൻ സ്വപ്നം കാണാൻ കഴിയണം. ഇപ്പം 100 കോടി എന്നൊക്കെ പറയുമ്പം നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞു വിടും. പക്ഷേ വിജയിച്ചവർ അങ്ങനെയാണ് ചെയ്യുന്നത്. 4000 കോടി രൂപ ആസ്തിയുള്ള ഒരാളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. അപ്പോൾ ഓരോ വ്യക്തികളും അവർ ചെയ്യുന്ന അവരുടെ പ്ലാനിങ്ങിൻ്റെ അനുസരിച്ചാണ് വിജയിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരാളുടെ ബിസിനസ് പരാജയപ്പെടുന്നു? അവൻ്റെ പ്ലാനിങ്ങിൻ്റെ അവൻ ചെയ്യുന്ന ആ കഠിനാധ്വാനത്തിന് തകരാറിലാണ്. അവൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇതിലുള്ള തകരാറാണ്. അപ്പം അതുകൊണ്ട് എല്ലാ വലിയ കെട്ടിടങ്ങളും ബൂർജ് ഖലീഫ പോലും ഒരാളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു സ്വപ്നമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. താജ്മഹൽ ഒരാളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. ആദ്യം അത് മനസ്സിലാണ് രൂപപ്പെടുന്നത്. മനസ്സിൽ രൂപപ്പെട്ടിട്ടാണ് അത് യാഥാർത്ഥ്യമായി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു സുവിശേഷകൻ, നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്നു. എന്നോടിപ്പോൾ നിങ്ങൾ ചോദിക്കും, താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിലും 300-400 വിശ്വാസികൾ കൂടുന്ന ഹോം ചർച്ചുകളുണ്ട്. അവർക്കൊരു ആരാധനാലയം പണിത് കൊടുക്കണം, ഒരു പാഴ്സണേജ് പണിത് കൊടുക്കണം. 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ഒരു ആരാധനാലയവും ഒരു പാഴ്സണേജും പണിത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. കാരണം ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ വന്ന് നോക്കിയിട്ട് കേരളത്തിൽ ഉള്ള പല ആളുകളും കോടീശ്വരന്മാരാണ്, സുവിശേഷന്മാർ. പക്ഷെ അവർ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലാത്തവരാണ്. അവർ ഒരു സഹായവും നോർത്ത് ഇന്ത്യക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഇവരെ കണ്ടു കഴിയുമ്പോൾ ഒരു സുവിശേഷൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നി ഇവരെ സഹായിക്കാൻ എനിക്ക് കഴിയണം. അപ്പോൾ ഞാൻ എന്തിന് പണം ഉണ്ടാക്കുന്നു? എൻ്റെ ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന എൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കണമെന്നുള്ളതാണ്. സാധാരണക്കാരനെ പാവപ്പെട്ടവരെ സഹായിക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഞാനിത് പറയുമ്പോഴും എൻ്റെ ബിസിനസ്സും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ബിസിനസ്സും മെച്ചമല്ല. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആ ആഗ്രഹം അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്തിന് പണം സമ്പാദിക്കുന്നു, എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ലക്ഷ്യബോധം എന്താണ് എന്നുള്ളത് ഞാൻ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ഓരോ വ്യക്തികളും മനസ്സിൽ കാണുന്നതാണ് അത് യാഥാർത്ഥ്യമായി പുറത്തു വരുന്നത്. അപ്പോൾ ഇന്നും നല്ലൊരു ചർച്ച് പണിയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഒരു വീട് പണിയാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉടലെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. മനസ്സിൽ തീക്ഷ്ണമായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ സാധൂകരിക്കും, അത് നടക്കും, അതിനുള്ള വഴികൾ തുറന്നു വരും. എന്നാൽ അത് ഇതുവരെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ സമ്പന്നതയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മനസ്സിൽ തീരുമാനിക്കുന്നതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷിതമായ ഒരു ജീവിതത്തിന് സമ്പത്ത് ആവശ്യമാണ്. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കൂ. സമ്പത്തുണ്ടെങ്കിൽ അഹംഭാവം കുറയും. സമ്പത്തില്ലാത്തവനെ സംബന്ധിച്ച് എന്നും പ്രശ്നമാണ്. വീട്ടിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സമ്പത്തുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ പണിയെടുക്കാനുള്ള മടിയും കഠിനാധ്വാനം ചെയ്യാനുള്ള താല്പര്യക്കുറവും.
അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ആ ഇച്ഛാശക്തിയും വിശ്വാസവും ഇല്ലായ്മയാണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് പണിയെടുക്കാനുള്ള ഒരു ചിന്ത, ഒരു ആവേശം നമുക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അധ്യായത്തിൽ നിന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പരിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാകട്ടെ. ഇനി 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. സമ്പത്തിനായി ഉൾക്കണ്ണ് തുറക്കുക എന്നുള്ളതാണ് 4-ാമത്തെ അധ്യായം.